ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് യൂട്യൂബിൽ വന്നിരിക്കുന്ന അടിപൊളിയൊരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ യൂട്യൂബിൽ സാധാരണ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം നമുക്ക് ഡാറ്റ തീർന്നു പോകുക എന്നുള്ളത്. കുറേ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഡാറ്റ പെട്ടെന്ന് തീർന്നു പോവുക. അതേപോലെ തന്നെ ചില സമയത്ത് വീഡിയോയുടെ ക്ലാരിറ്റി വളരെ കുറവാണ്, അല്ലെങ്കിൽ ചില സമയത്ത് കൂടുതലാണ്, അതേ സമയത്ത് ഡാറ്റ കുറഞ്ഞു. അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് നമുക്ക് സാധാരണ യൂട്യൂബ് വീഡിയോ കാണുന്ന സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡാറ്റ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് വളരെയധികം നമുക്ക് കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാനും സാധിക്കും. അത് പറഞ്ഞു തരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് യൂട്യൂബിൽ അടിപൊളി ഒരു ഓപ്ഷൻ, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെ വീഡിയോ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മളൊരു മൊബൈലിൽ ഒരു വീഡിയോ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമുക്ക് ഡാറ്റ നഷ്ടമാവുക എന്നുള്ളത്. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ കണ്ടുവരുന്ന സമയത്തേക്ക് നമുക്ക് ഡാറ്റ വളരെയധികം നഷ്ടമാവും. അപ്പോൾ നമുക്കത് വീഡിയോയുടെ ക്വാളിറ്റി വല്ലാതെ കൂട്ടി വെച്ച് കാണുന്ന സമയത്ത് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡാറ്റ നഷ്ടമാവുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സെറ്റിംഗ്സിൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ടോപ്പിൽ ആ സെറ്റിംഗ്സ് പറയുന്ന ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിംഗ്സുകൾ വരും. അതായത് ഓരോ വീഡിയോക്കും അനുസരിച്ചുള്ള സെറ്റിംഗ്സ് ഇവിടെ കണ്ടില്ലേ. ഇവിടെ നമുക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഡാറ്റ സേവ് മോഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ലാഭിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിന് മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന അതൊന്നുമല്ല. ഇവിടെ നമ്മൾ നോക്കൂ, ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഹൈ ക്വാളിറ്റി പിക്ചറിലേക്ക് നമുക്ക് അഡ്വാൻസ് മോഡിലേക്കൊക്കെ നമുക്ക് മാറ്റിയിട്ട് ക്വാളിറ്റി വീഡിയോ പിക്ചറിന്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് മാറ്റിയിട്ട് കാണാം. അതുവഴി നമുക്ക് ഡാറ്റ ലാഭിക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ പറഞ്ഞിരുന്ന ഈ ഒരു ഓപ്ഷൻ വളരെ സൂപ്പറാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ സെറ്റിംഗ്സിന്റെ ഒരു ഐക്കൺ കാണാം. ആ സെറ്റിംഗ്സ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് വീഡിയോയിൽ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഡാറ്റ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ ഡാറ്റ സേവിങ്ങിൽ കുറേ നമുക്ക് ഡാറ്റ ലാഭിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് വരുന്ന ഡാറ്റ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ക്വാളിറ്റി ഫോർ എവറി വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സെലക്ട് വീഡിയോ ക്വാളിറ്റി ഫോർ എവറി വീഡിയോ, അതൊന്ന് നിങ്ങൾ എനേബിൾ ചെയ്യുക. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇതൊന്ന് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി എൻ്റെ വീഡിയോ ഒന്ന് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് എത്രത്തോളം അത് യൂസ്ഫുൾ ആണെന്നുള്ളത് മനസ്സിലാവുക. ഇവിടെ ഞാൻ ബാക്ക് ചെയ്തിട്ട് എൻ്റെ തന്നെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലൈവായിട്ട് മനസ്സിലാവും എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത്. അപ്പോൾ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേ കണ്ടില്ലേ കൃത്യമായിട്ട് ആ സെറ്റിംഗ്സ്, നമുക്ക് സെറ്റിംഗ്സിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓരോ വീഡിയോനും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് 4.5 MB ആണ് നിങ്ങൾക്ക് നഷ്ടമാവുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഓട്ടോയിൽ വെക്കുകയാണെങ്കിൽ. ഇനി ഹൈ ക്വാളിറ്റി ഇതിലാണെങ്കിൽ 9 MB നിങ്ങൾക്ക് നഷ്ടമാവും എന്ന് പറയുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡാറ്റ സേവർ പാക്കിലേക്ക് ഡാറ്റ സേവറിലേക്ക് ആക്കിയാൽ 1.7 MB മാത്രമേ നിങ്ങൾക്ക് നഷ്ടമാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഓരോരോ വീഡിയോകൾ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേലെയുള്ള ഹൈ ക്വാളിറ്റിയിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ ഇങ്ങനത്തെ ഒരു മെസ്സേജേ വരണ്ട എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഷോ ദിസ് അഗൈൻ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഏറ്റവും നമുക്ക് ഡാറ്റ ലാഭിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡാറ്റ സേവറിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഹൈ പിക്ചറിൽ നമുക്ക് ഹൈ ക്വാളിറ്റി, ചില പിക്ചറൊക്കെ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ കാണുന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കും. ഇനി ഓട്ടോ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഹൈ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ലോ ക്വാളിറ്റിയിലോ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ വളരെയധികം നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന, കാരണം ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ 1.5 GB ആണെങ്കിൽ നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഡാറ്റ